കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16-15 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഈശോ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും: അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുക. യേശുവിൻ്റെ സ്വർഗാരോഹണം, അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം, ഈ രണ്ട് കാര്യങ്ങളാണ് വിശ്വാസികളായി നമ്മളും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ളതിന് നാന്ദിയായി തിരുസഭ എടുത്തു കാണിക്കുന്നു. നമുക്കറിയാം, ശരീരത്തിൻ്റെ ശിരസ്സായിട്ട് നമ്മൾ കാണുന്നത് യേശുക്രിസ്തു. പിന്നെ അതിൻ്റെ ശരീരം നമ്മളെല്ലാവരും ചേർന്നതാണ്. ശിരസിന് എന്ത് സംഭവിച്ചോ അത് ശരീരത്തിന് പ്രതീക്ഷിക്കാൻ പറ്റും. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യേശുവിൻ്റെ ഉത്ഥാന തിരുനാൾ കഴിഞ്ഞാൽ പിന്നെ 40-ാം നാൾ, സാധാരണ വ്യാഴാഴ്ചയാണ് കറക്റ്റ് ദിവസം വരുന്നത്, 40-ാം നാൾ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നു. സഭ ഇന്ന് ദൈവമക്കളുടെ വിശ്വാസികളുടെ സൗകര്യം പ്രമാണിച്ചാണ് ഞായറാഴ്ച ആഘോഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അപ്രകാരം ഈ തിരുനാൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായം, അവസാനത്തെ അധ്യായമാണ്. 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ എന്ന് പറയുന്നത് 2 അംശങ്ങൾ ചേർന്നതാണ്. ഒന്ന് ദൈവിക അംശം, ഡിവൈൻ എലമെൻ്റ്. രണ്ടാമത്തേതാണ് മാനുഷിക അംശം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യന് ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്. ഈ രണ്ടും ചേരുന്നതാണ് ഒരു മനുഷ്യൻ. മരണത്തോടെ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നുള്ളത് സഭാപ്രസംഗൻ 12-7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ധൂളി അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകും, മണ്ണ് മണ്ണിലേക്ക് മടങ്ങും. നമുക്കറിയാം, ആദ്യത്തെ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് രൂപം കൊടുത്തിട്ട് അവൻ്റെ ജീവൻ അവനിലേക്ക് നിശ്വസിച്ചു. ഈ ജീവൻ അത് ദൈവിക അംശമാണ്, ശരീരം അത് മാനുഷിക അംശമാണ്. പൊടിയിൽ നിന്നെടുക്കപ്പെട്ടത് പൊടിയിലേക്ക് മടങ്ങും. പിന്നെ ആത്മാവ് അതിൻ്റെ ദാതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിന് മരണമില്ല. ഈ ആത്മാവിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ ഈ ആത്മാവ് സ്വർഗത്തിലെത്തി ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിത്യമായിട്ട് വാഴും. ശരീരം എന്ന് പറയുന്നത് ഈ ആത്മാവിനുള്ള ഒരു വാസസ്ഥലമാണ്. പറയുന്നുണ്ട്, മനുഷ്യൻ്റെ മരണത്തോടെ സംഭവിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പറയുകൊണ്ട് തന്നെ ശിരസ് എത്തിയിടത്ത് ശരീരവും എത്തണം. അതിന് ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം എന്നുള്ളത് ഈ തിരുനാൾ നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഉന്നതത്തിൽ നിന്നുള്ളവൻ എല്ലാവർക്കും ഉപരിയാണ്. ഉന്നതത്തിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞ പോലെ തന്നെ
ഉന്നതത്തിൽ നിന്ന് ലഭിച്ചതല്ല നമ്മുടെ ആത്മാവ്, അത് നമ്മുടെ ശരീരത്തിന് ഉപരിയായിരിക്കണം. ഇന്ന് ശാരീരിക മരണത്തെ വല്ലാതെ ഭയപ്പെടുന്നവരെ കാണാൻ പറ്റും. പക്ഷേ ആത്മീയ മരണത്തെ അവർ കൂട്ടാക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രധാനപ്പെട്ടത് ഈ ലോകത്തിൽ നിന്നെടുക്കപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മാനുഷിക അംശം. അതിനേക്കാളൊക്കെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഈ ദൈവിക അംശത്തിനാണ്. കാരണം ഉന്നതത്തിൽ നിന്നുള്ളത് മറ്റെന്തിനും ഉപരിയാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യവും. ഈ ഒരു അറിവോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. പറയുന്നുണ്ട് ഈ ലോകത്തേക്കാൾ, അവൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ രാജ്യം ഐഹികമല്ല. പറയുന്നുണ്ട് ഇവിടെ രാജാവാകാൻ വേണ്ടി ഞാൻ വന്ന വ്യക്തിയൊന്നുമല്ല. നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മരണാനന്തര ജീവിതം എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇന്നത്തെ ആദ്യ വായനയും ഇന്നത്തെ സുവിശേഷഭാഗവും രണ്ടും യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യ വായന അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണം, ഒപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ 2-ാം വരവ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമാണ് ആദ്യ വായനയായിട്ട് നമ്മളിന്ന് കേട്ടത്. ഇനി സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ സ്വർഗാരോഹണം, ഒപ്പം ദൈവമക്കളായ നമ്മുടെ ദൗത്യം. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. അതിനാദ്യം നമ്മൾ സുവിശേഷം ജീവിക്കണം. സുവിശേഷം ജീവിക്കുന്നവരെ വാതുറക്കുന്നില്ലേലും സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാറും. അതാണ് ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്കും മക്കളുടെ മുമ്പിൽ ജീവിത സാക്ഷ്യമായിട്ട് മാറാൻ പറ്റണം, സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറാൻ പറ്റണം. അതിന് ഞാൻ ആദ്യം സുവിശേഷം ജീവിക്കണം. കാണാൻ സാധിക്കും നമ്മുടെ വിശ്വാസ പ്രമാണം, വിശ്വാസമനുസരിച്ച് ദൈവവചനപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ 4 പേര് സംഭവിക്കപ്പെട്ടതിനെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിശ്വാസ സത്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്നാമത്തെ ആള് യേശു തന്നെയാണ്. അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഇന്നത്തെ 2 വായനകളും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. സ്വർഗത്തിലേക്ക് അവൻ സംവഹിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ ശരീരത്തിന് കുളിര് വരും. യേശുവിൻ്റെ രൂപാന്തരീകരണം ലൂക്ക 9:28 മുതൽ വായിച്ചാൽ ശരീരത്തിന് കുളിര് പോരും. അതൊക്കെ വിശ്വാസിയായിട്ടിരുന്ന് ധ്യാനാത്മകമായിട്ട് വായിക്കണം. അപ്പോഴാണ്, അല്ലാത്തവർക്ക് ഒരു ഫീലിങ്ങും വരണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ആദ്യ വായനയും അതുപോലെ തന്നെ സുവിശേഷ ഭാഗവും യേശുവിൻ്റെ സ്വർഗാരോഹണം വിവരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു വ്യക്തി പരിശുദ്ധ കന്യാമറിയം. നമുക്കറിയാലോ, മഹത്വത്തിൻ്റെ രഹസ്യം 4-ാമത്തെ രഹസ്യത്തിൽ, ജപമാലയുടെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ്? മറിയം ശരീരരക്തങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ശരീരരക്തങ്ങളിലൂടെ. ഇനി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനത്തെ ചില മാനുഷിക വ്യക്തികൾ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളാരും പരിശുദ്ധ കന്യാമറിയം ശരീരരക്തങ്ങളോടുകൂടി പോയതുകൊണ്ട് ഇനി അവിടെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ബാത്റൂമിൽ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമോ? ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ട്രാൻസ്ഫോംഡ് ബോഡി. അതിന് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനുണ്ടായിരുന്നത് ട്രാൻസ്ഫോംഡ് ബോഡി, രൂപാന്തരീകരണം പ്രാപിച്ച ഒരു ശരീരം. ഇനി ഇത് ഒരു വലിയ ഒരു പ്രിവിലേജ്, ഒരു അവകാശം മറിയത്തിന് നൽകപ്പെട്ടത്. കാരണം അവളുടെ ജീവിതം അപ്രകാരമായിരുന്നു. പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അസാധാരണ ഭാഗ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 23 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹെനോക്ക് 365 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. എങ്ങനെയാണ് ജീവിച്ചേ? ദൈവത്തിന് പ്രിയങ്കരനായി. 365 മണിക്കൂർ നമുക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ നമ്മൾ പാടുപെടുക. 365 വർഷക്കാലം
ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. ഇതിലൊരു സമയം പോലും ദൈവത്തിന് അപ്രീതി ഉളവാക്കുന്ന ഒരു കാര്യത്തിലേക്കും പോയില്ലെന്ന്. അതിന് അങ്ങനെ ജീവിച്ചത് കൊണ്ട് പിന്നീട് അവനെ കാണാനില്ല, അവൻ സംഭവിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് എന്താ ഉള്ളത്? ഇതുപോലെ നാലാമതൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുക, അതാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകനെ കുറിച്ച് 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി. 9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഏലിയായെ ഒരു രഥം സംഭവിക്കുന്നത്. ഈ രഥത്തിൻ്റെ ഡെക്കറേഷൻ നമ്മൾ കാണുന്നുണ്ട്. അഗ്നികൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രഥം. അതിന് ചുറ്റും ഡെക്കറേഷനായിട്ടുണ്ടായിരുന്നത് അഗ്നിജ്വാലകൾ. ഈ ഒരു രഥത്തിൽ അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അത് നോക്കി നിന്ന വ്യക്തിയാണ് എലീഷ പ്രവാചകൻ. അവൻ അവിടെ നിന്ന് വിളിച്ച് കരയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് സ്വർഗത്തിലേക്ക് സംമോഹിക്കപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ്. ഇനി അതിന് കാരണം അവരുടെയൊക്കെ ജീവിതം അപ്രകാരമായിരുന്നു. പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെയായിരിക്കും നമ്മുടെ മരണം, എങ്ങനെ മരിക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ മരണാനന്തര ജീവിതം. നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ്, അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുർബാനയാണ്. അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് കാണാവുന്ന ഏക കാര്യം സ്വർഗമാണ്. സ്വർഗം. വിശുദ്ധ ബൊനവഞ്ചർ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ സ്വർഗത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, യേശുവിനെ അറിഞ്ഞ് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. പറയുന്നുണ്ട്, ദൈവമക്കളായ നമ്മൾ യേശുക്രിസ്തു ചെന്നിടത്ത് ചെല്ലേണ്ടവരാണ്. അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇതിനാവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ 2-ാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. എഫേസസ് 1-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതാണ് ഓരോ ക്രിസ്ത്യാനിയിലും നിറവേറേണ്ട കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അടുത്ത ഞായറാഴ്ച നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. വരും ദിവസങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ യേശുവിനെ അറിയാൻ അത് നമ്മെ സഹായിക്കും. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടൊരു വ്യക്തിബന്ധം നമുക്കുണ്ടാവും. അതാണ് ഓരോ ക്രിസ്ത്യാനിക്കും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം എന്ന് നമുക്കറിയാം. അവർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കേണ്ടവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. 2-ാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ഒത്തിരി പേരുടെ ഒരാശങ്കയാണ് കണ്ണിനിച്ചിരി കാഴ്ച കുറഞ്ഞു വരുമ്പോഴേ എന്തൊരാകുലത. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛ ഇനി കണ്ണ് കംപ്ലീറ്റ് കാഴ്ച പോയിട്ട് ഞാൻ അന്ധയാവുമോ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാണ്ടാവുമോ, ഇങ്ങനെയുള്ള ആകുലത പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആന്തരിക നേത്രങ്ങൾ പ്രകാശമുള്ളതായിരിക്കുക. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചത് ആ വിഷയം വെച്ച ആന്തരിക നയനങ്ങൾക്ക് പ്രകാശമുണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമതൊരു കാര്യം കൂടിയുണ്ട്, നാം സഭാസ്നേഹികളായിട്ട് മാറണം. സഭാവൈരികളല്ല, സഭാസ്നേഹികൾ. അങ്ങനെയുള്ളവർക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, സഭ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണ്. യേശു ആ ശരീരത്തിൻ്റെ ശിരസ്സും നമ്മളെല്ലാവരും അതിൻ്റെ മറ്റ് അവയവങ്ങളുമാണ്. ശരീരമാണ്, ഉടലാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സാധാരണ നമ്മൾ ഈ ലത്തീൻ റീത്തിലെ കുർബാനയുടെ ഭാഗമായിട്ട് നമ്മൾ പറയാറുള്ളതാണ്, സഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരളിയാൽ. നമ്മൾ നേരിട്ടത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങ് എടുക്കുമല്ല. പാപമോചനമാണെങ്കിലും നേരിട്ട് നമ്മൾ കൈവരിക്കുകയല്ല ചെയ്യുന്നത്, സഭയിലൂടെ. അതുകൊണ്ടാണ് കുമ്പസാരത്തിലൂടെയാണ് പാപമോചനം കിട്ടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ അനുദപിച്ചു, നേരിട്ട് കർത്താവിനോട് കാര്യം പറഞ്ഞു, അതുകൊണ്ട് ഇനി എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതുപോലെ തന്നെ ദൈവാനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം
സഭയോട് ചേർന്ന് നിൽക്കുക, സഭയിലൂടെ അതെല്ലാം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു സ്വന്തം രക്തത്താൽ സഭയെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 20:28 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലെത്തുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.